മൂന്നാറും മറയൂരും കാന്തല്ലൂരും വട്ടവടയും ഇക്കോ പോയിന്റും തേയിലത്തോട്ടങ്ങളും ഇങ്ങനെ തുടങ്ങി പലതും കാണാനുണ്ട് നമ്മുടെ മൂന്നാർ. പക്ഷേ അതിലൊക്കെ ഉപരി കാണേണ്ട സ്ഥലമാണ് നമ്മുടെ ഗ്യാപ്പ് റോഡ്. ഈ ഗ്യാപ്പ് റോഡ് കണ്ടില്ലേ, ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ വിട്ടേക്കാം, വാ. നോക്കെത്താ ദൂരത്തോളം പച്ച പരവതാനി വിരിച്ച തേയിലത്തോട്ടങ്ങൾ, അതിൽ വെള്ള പുതച്ച് പറന്നിറങ്ങുന്ന കോട. കണ്ണടച്ചു തുറക്കുമ്പോൾ ഒരു സ്വപ്നത്തിലെന്ന പോലെ കാഴ്ചയുടെ മായാജാലം. മൂന്നാർ ദേവികുളം റൂട്ടിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിലെത്താം. പിന്നെ 30 കിലോമീറ്റർ മനോഹരം. ഭൂമിയിലെ സ്വർഗം ഇവിടെ തന്നെ. തേയിലത്തോട്ടങ്ങളുടെയും താഴ്വരകളുടെയും പച്ചപ്പിനിടയിലൂടെയുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡ്. മൂന്നാറിൽ നിന്ന് ദേവികുളം റൂട്ട് പിടിച്ചാൽ നേരെ ചിന്നക്കനാൽ കഴിയുമ്പോൾ തുടങ്ങും നമ്മുടെ ഈ കാഴ്ച. അത് കണ്ടില്ലേ, ഈ റോഡ് എന്തൊരു ഭംഗിയല്ലേ. ഗ്യാപ്പ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മേഘശകലങ്ങളുടെ മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. അതും കടന്ന് മുന്നോട്ടു പോയാൽ കാണാം അരിക്കൊമ്പന്റെ വിഹാരകേന്ദ്രമായ ആനയിറങ്കൽ ഡാം. ഉള്ളിലൊരു പിടപ്പോടെയല്ലാതെ അരിക്കൊമ്പന്റെ ചിന്നക്കനാലിൽ നിന്നുള്ള യാത്ര ഓർക്കാനാവില്ല. ആ യാത്രയിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു ഇടമാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ്. എന്തായാലും മൂന്നാറിൽ കോടമഞ്ഞിറങ്ങിയതോടെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് ഇവിടം. കഴിഞ്ഞ മാസം മൂന്നാറിൽ നിന്ന് മഞ്ഞും തണുപ്പും വിട്ടുനിന്നു. എന്നാൽ വേനൽ മഴ അവസാന ആഴ്ചയോടെ എത്തി, കൂടെ കോടമഞ്ഞും. ഇതോടെ കണ്ണും മനസ്സും നിറഞ്ഞു. മൂന്നാറിലെ പോലെ ഗ്യാപ്പ് റോഡിൽ ഗതാഗതക്കുരുക്കില്ലാത്തത് സഞ്ചാരികൾക്ക് ആശ്വാസമാണ്. ഒട്ടുമിക്ക ആൾക്കാരും മൂന്നാറിലേക്ക് എത്താറ് അടിമാലി പള്ളിവാസൽ വഴിയാണ്. പക്ഷേ മറ്റൊരു റോഡുണ്ട് മൂന്നാറിലേക്ക് എത്താൻ. നമ്മുടെ രാജകുമാരി, അതായത് അടിമാലി രാജകുമാരി പൂപ്പാറ വഴി വരികയാണെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് റോഡ് വഴി ഇങ്ങ് മൂന്നാറിലേക്ക് എത്താം. അത് വല്ലാത്തൊരു യാത്രയായിരിക്കും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഈ ഗ്യാപ്പ് റോഡ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, കാഴ്ചയ്ക്ക് ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ. എല്ലാ സമയവും കാഴ്ചകളാണ്, ഓരോ നിമിഷവും കാഴ്ചകളാണ്. ഓരോ കിലോമീറ്റർ സഞ്ചരിക്കും കൂടുതൽ കൂടുതൽ കാഴ്ച തരുന്ന ഗംഭീരമായ റോഡ്. സംഗതി ഒരു രക്ഷയില്ല. ദൂരക്കൂടുതലാണെന്ന് പറഞ്ഞ് ഈ വഴി ഒഴിവാക്കി ഇടുക്കി കണ്ട് മടങ്ങുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹര കാഴ്ചകളാണ്. നമ്മുടെ ഗ്യാപ്പ് റോഡ് കൂടെ മൂന്നാറിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ വഴിയോരത്ത് കുറേ കടകളുണ്ട്, മാഗി ചോളം എല്ലാം കിട്ടുന്ന കടകൾ. അപ്പോൾ നമുക്ക് വിശ്രമിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.